പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. ഒരുമിച്ച് ദൈവവചനം ധ്യാനിപ്പാൻ കർത്താവ് നമുക്കൊരവസരം കൂടെ തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തെ ദൈവവചന ധ്യാനം ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. ഈ വാക്യത്തിൻ്റെ ചരിത്രം നമുക്കെല്ലാവർക്കും നന്നായിട്ടറിയാം. ഭൂമി മുഴുവൻ വെള്ളപ്പൊക്കത്താൽ ന്യായവിധിക്കപ്പെട്ടു. ദൈവം തൻ്റെ ഭക്തനെ ആ ന്യായവിധിയിൽ നിന്ന് സംരക്ഷിച്ചു. എന്നാൽ അതിനുശേഷം നാം വായിക്കുന്നത് ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റ് അടിപ്പിച്ചു. നമ്മെ ഓർക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ലോകത്തിൽ നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മുടെ പല ജീവിത സാഹചര്യങ്ങളിലും നമ്മെ ഓർക്കാമെന്ന് പറഞ്ഞവർ ആവശ്യഘട്ടങ്ങളിൽ നമ്മെ മറന്നുപോയവരുണ്ട്. നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ വേദനയിൽ, നമ്മുടെ ദുഃഖത്തിൽ നമ്മെ ഓർക്കാതെ മാറിപ്പോയ പലരുമുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മെ മറന്നു പോകാതെ നമ്മെ ഓർക്കുന്ന ഒരു ദൈവം ഇന്ന് നമുക്കുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. ദൈവം അബ്രഹാമിനെ ഓർത്തു. 115-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അബ്രഹാമിനെ മാത്രമല്ല, അവൻ നമ്മെയും ഓർക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ദൈവവചനത്തിലൂടെ ആത്മാവിൽ ഓർമ്മപ്പെടുത്തട്ടെ. ആരൊക്കെ നിങ്ങളെ മറന്നു കളഞ്ഞാലും, ആരൊക്കെ നിങ്ങളെ ഓർക്കാതെ പോയാലും, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. അവൻ നമ്മെ എന്നും ഓർക്കുന്ന ദൈവമാണ്. നമ്മളിവിടെ വായിച്ചത് നോഹയെ ദൈവം ഓർത്തു. അവനൊരു കാറ്റടിപ്പിച്ചു. ആ കാറ്റ് നോഹയ്ക്കും പെട്ടകത്തിലുള്ളവർക്കും അനുകൂലമായ ഒരു കാറ്റായിരുന്നു. ഇന്നും നമുക്കനുകൂലമായി തൻ്റെ കാറ്റടിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ നമ്മെ ഓർക്കുന്ന ദൈവത്തെ നാം മറന്നു കളയാതെ അവൻ്റെ പാത പിൻപറ്റുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ ഓർക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് സേവിപ്പാൻ നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് അനുകൂലമായി അങ്ങ് കാറ്റടിപ്പിക്കുന്ന ദൈവമാണല്ലോ. നമ്മുടെ പ്രവൃത്തി ജീവിതത്തിൽ രുചിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.